മാർഗൻ തമിഴ് സിനിമയാണ്. ഒരു മാസം മുമ്പ് റിലീസ് ചെയ്തതാണ്. എനിക്ക് തിയേറ്ററിൽ പോയപ്പോൾ കാണാൻ പറ്റിയില്ല. കാരണം 10 പേരുണ്ടെങ്കിലേ ഷോ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാണാനും ശ്രമിച്ചില്ല. കാരണം ഫസ്റ്റ് ഡേ പോയിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെയും പോയിട്ട് ആൾ കാണത്തില്ലെന്ന് കരുതി. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം ഇതിൻ്റെ ജോണർ ക്രൈം ത്രില്ലറാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ക്രൈം ത്രില്ലർ സിനിമകൾ. അതിൻ്റെ അകത്ത് ഇതിനകത്ത് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റും ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. OTT വരുമ്പോഴേ കാണുമെന്ന് ഉറപ്പിച്ചതാണ്. പ്രൈം വീഡിയോയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വിജയ് ആൻ്റണിയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷനും നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നതും. പോരാത്തതിന് അജയ് ദിശാൻ ഫസ്റ്റ് സിനിമയാണ് അദ്ദേഹത്തിൻ്റെ. പുള്ളിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് റോളിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സെറ്റപ്പ്, എന്താണ് ഇതിലെ ക്രൈം, എങ്ങനെയാണ് കൊല്ലുന്നത്, സീരിയൽ കില്ലറിൻ്റെ പാറ്റേൺ എന്താണെന്ന്, ഇവർ രണ്ടുപേരും എന്താണ്, ഇതിലെ സൂപ്പർ നാച്ചുറൽ പവർ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂപ്പർ നാച്ചുറൽ പവർ എന്നൊക്കെ അവർ മാർക്കറ്റ് ചെയ്തതാണ്. അതൊന്നുമല്ല സംഭവം. ഒരു മൈൻഡ് റീഡിങ് ആണ് ഒരു 80%. അതിലൊരു കുറച്ച് ഇവരൊരു ഫാൻറ്റസി പരിപാടിയും കൂടി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ്, ഇതൊരു അൺയൂഷ്വൽ ക്രൈം ത്രില്ലറാണ്. ഈ അൺയൂഷ്വലായിട്ടുള്ള കാര്യമാണ് ഈ ഫാൻറ്റസി സാധനം. അതിനെ പക്ഷേ ഒട്ടും ശ്രദ്ധയില്ലാതാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് എഴുതി കുറേ കൂടെ ശ്രദ്ധിച്ച് മേക്ക് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് എഴുത്ത് തന്നെ ഒരു പകുതി ഡൗണായി. അതിനെ പിന്നെയും കുറച്ചുകൂടെ ഡൗൺ ആക്കുന്ന പോലത്തെ മേക്കിംഗ് കൂടെ ആയിരുന്നു. മേക്കിംഗ് നമുക്ക് തീരെ പോരാ. അത് ഫണ്ടില്ലാത്തതിൻ്റെ നമുക്കറിയാം. VFX ഒക്കെ ആവശ്യമുള്ള ഏരിയാസാണ്, നമുക്കത് കാണുമ്പോൾ അറിയാം. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി, മറ്റേ നമ്മൾ തട്ടിക്കൂട്ടിയൊരു സാധനം ചെയ്യുന്ന ഫീലാണ്. അപ്പോൾ ആ നല്ല ഉദ്ദേശത്തിൻ്റെ സാധനം അവിടെ പോയി. അപ്പം നമുക്കത് പറ്റുമെങ്കിൽ അങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ പോരെ. എനിക്കതങ്ങനത്തെ ഒരു ഫീല് വന്നു. പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഓഡിയൻസിലൊന്നും ഒട്ടും പറ്റത്തില്ല. തമിഴിലും അതുകൊണ്ടല്ല ഇത്രയും നല്ല അഭിപ്രായം വന്നിട്ടും പടം എറിക്കാത്തതിൻ്റെ കാരണം ഇത് ഇങ്ങനത്തെ പല കാരണങ്ങളുകൊണ്ടാണ്. പിന്നെ ഇതിലൊരു റൊമാൻസ് ട്രാക്ക് ഉണ്ട്. ഈ പറഞ്ഞ അജയ് ദേശനും ഒരു കാമുകിയും കൂടെ ഉള്ളത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് പടത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പോലും മനസ്സിലായില്ല. 1/4 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഞാനെന്നല്ല ആരും വിചാരിക്കും അവസാനമാകുമ്പോൾ അതുമായിട്ട് എന്തോ ബന്ധപ്പെട്ട സാധനം വരുന്നു. ഒന്നുമില്ല. എന്തിനത് കാണിച്ചെന്ന് ഒരു പിടുത്തമില്ല. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ ആക്കാൻ വേണ്ടിയിട്ടാണോ ആണെന്ന് തോന്നി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഒരു പിടുത്തമില്ല. അത് ഭയങ്കര മോശമായി പോയി. ഭയങ്കര നെഗറ്റീവാണ് പടത്തിൻ്റെ. അങ്ങനെ അത് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ മുക്കാലായി. പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ എഴഞ്ഞങ്ങ് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പടം ഒന്ന് നമ്മൾ ഇന്നായി. അതിൽ തന്നെ അവസാനത്തെ 1/2 മണിക്കൂർ ടോപ്പ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സീറ്റിൻ്റെ അറ്റത്തിരുന്ന് നമ്മൾ അത്രയ്ക്കും എൻഗേജിങ് ആയിട്ടിരുന്ന് കാണും. എസ്പെഷ്യലി അവസാനത്തെ ഈ 1/2 മണിക്കൂറിൽ നമുക്ക് ഈ ആരാന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് കുഴപ്പമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട് ഷൂട്ടിങ്. പക്ഷേ എഴുത്ത് കൊള്ളാം. അവിടെ ഒരു കണ്ടൻറ്റ് അവർ പറയുന്നുണ്ട്, ഒരു കൺസെപ്റ്റ് അത് പറയുന്നുണ്ട്. അത് ഭയങ്കര റെലവൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആകത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, സൂപ്പർ നാച്ചുറൽ പരിപാടി വിട്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിൽ അവസാനത്തെ 1/2 മണിക്കൂർ വേണ്ടി കണ്ട ഈ സിനിമ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കാവും. OTTയിലൊക്കെ മസ്റ്റായിട്ടും കാണാം. തിയേറ്ററിൽ പോകുന്നതിൻ്റെ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ OTT അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നും പറയുന്നില്ല.